ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇതിനെ തടയാൻ ആർക്കും കഴിയുന്നില്ല. ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നു, അതുപോലെ ജീവിക്കുന്നതിനിടയ്ക്ക് മരണവും സംഭവിക്കുന്നു. എന്നാൽ നമുക്കൊരു ലക്ഷ്യബോധം വേണം. നാം ഇവിടെ എന്തിനു വേണ്ടിയാണ് ജനിച്ചു വന്നത്? ജനിച്ചത് മരിക്കാൻ വേണ്ടിയല്ല, ഞാൻ ആരാണെന്ന് അറിയാനാണ്. അപ്പോൾ മനസ്സിലാവും മരണം എനിക്കല്ല എന്ന്. ആ അറിവ് നേടാൻ വേണ്ടിയാണ് നാം ജനിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് നേരെ മറിച്ച. ജനിച്ചത് കൊണ്ട് മരിക്കുന്നു. ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? താൻ എന്തിനു വേണ്ടിയാ അവിടെ വന്നത്? തൻ്റെ ജന്മം കൊണ്ട് വല്ല ഉദ്ദേശവുമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അത് സാധിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈ അന്വേഷണ ത്വരയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലുമായിരിക്കണം ജീവിതം. അപ്പോൾ മാത്രമേ ജീവിതം അർത്ഥവത്തായി തീരുകയുള്ളൂ. അതിനെ ഒരു കവി പറയുകയാണ്: മരണ കാരണം തെരഞ്ഞു പോകണ്ട, ജനിച്ചതാകണം മരണ കാരണം. ജനീമൃതികടൻ കടൽ കടക്കുവാൻ പരമഹംസമായി പറന്നുയരണം. ജനനം മരണവും എന്നത് വലിയ ഒരു സമുദ്രം പോലെയാണ്. ജനന മരണമാകുന്ന ഈ സമുദ്രത്തെ തരണം ചെയ്യണമെങ്കിൽ നാം ഒരു ഹംസമായി മാറണം. ഹംസം എന്നാൽ എന്താ? വെള്ളത്തിൽ വീണാലും നനയില്ല. സാരവും അസാരവും വേർതിരിച്ചറിയും. അതാണ് അരയന്നത്തിൻ്റെ വിശേഷം. പാലും വെള്ളവും കൊടുത്താൽ പാല് സ്വീകരിച്ച് വെള്ളത്തെ തിരസ്കരിക്കുന്നു അരയന്നം. ആ അരയന്നമായി തീരണം. അരയന്നം പോലെ നമ്മളും ആവണം. ഈ ലോകത്തിൽ സാരവും അസാരവുമുണ്ട്, സത്തും അസത്തുമുണ്ട്. അതിൽ അസത്തിനെയും അസാരത്തെയും തള്ളി സാരത്തെയും സത്തിനെയും സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഹംസപദം എന്ന് പറയുന്നത്. വിഷയങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ വിഷയങ്ങളിൽ ആസക്തരാകാതെ ഇരിക്കുന്നതാണ് ഹംസ സ്വഭാവം. വെള്ളത്തിൽ ഇറങ്ങിയാലും ഹംസം അരയന്നം നനയുകയില്ല. നാം നേടേണ്ടതും അത് തന്നെയാണ്. മരണ കാരണം തെരഞ്ഞു പോകണ്ട, ജനിച്ചതാകണം മരണ കാരണം. മരണത്തിനുള്ള കാരണം നമ്മുടെ എവിടെ തെരഞ്ഞു പോകണ്ട. മരിക്കാൻ കാരണം ജനിച്ചതാണ്. ജനിച്ച ഉറപ്പാണ് മരണമുണ്ടാവും. പക്ഷേ ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നാം ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ആ സത്യം ബോധിക്കണം ജീവിതം കൊണ്ട്. അത് ബോധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. മരണ കാരണം തെരഞ്ഞു പോകണ്ട, ജനിച്ചതാകണം മരണ കാരണം. ജനിച്ചതാണ് മരണത്തിനുള്ള കാരണം. ജനീമൃതികൾ തൻ കടൽ കടക്കുവാൻ. ജനനവും മരണവും വലിയ ഒരു സമുദ്രം പോലെയാണ്. ആ സമുദ്രത്തെ തരണം ചെയ്യണമെങ്കിൽ പരമഹംസമായി പറന്നുയരണം. പരമഹംസമായിട്ട് ഈ വിഷയങ്ങളിൽ നിന്നും പറന്ന് ഉയർന്നാൽ മാത്രമേ ജനി മരണങ്ങളിൽ നിന്നും മോചിതരാവാൻ സാധിക്കുകയുള്ളൂ. പണ്ടൊരരയന്നവും ഒരു കാക്കയും തമ്മിൽ ഒരു മത്സരമുണ്ടായി. കാക്കയ്ക്ക് നന്നായി പറക്കാൻ കഴിയും.
കാക്ക അരയന്നത്തോട് വെല്ലുവിളിച്ചു, ഞാനും നിന്റെ കൂടെ മത്സരത്തിനുണ്ട്, പറക്കാൻ മത്സരത്തിനുണ്ട്. കടലിൽ കടന്ന് നമുക്ക് സഞ്ചരിക്കുക, ആരാണ് ജയിക്കുക എന്നറിയാവല്ലോ എന്ന് പറഞ്ഞ് കാക്കയും അരയന്നവും പറന്നു അക്കരെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും കാക്ക തളർന്നു. കാക്ക തളർന്ന വെള്ളത്തിൽ വീടെ ജീവൻ വിളിഞ്ഞു. അരയന്നമോ തൻ്റെ സ്വതസിദ്ധമായ ശാന്തഭാവത്തിൽ പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതുപോലെ നമ്മൾ ജനിമൃതിയാകുന്ന ഈ സംസാര സാഗരം താണ്ടണമെങ്കിൽ പരമഹംസമായി പറന്നുയരണം. അസാരമായ വിഷയങ്ങളിൽ, നിസാരമായ വസ്തുക്കളിൽ ഭ്രമിക്കാതെ സാരമായതിലേക്ക് നാം പതിക്കേണ്ടിയിരിക്കുന്നു. സാരമായതിൽ ആപതിക്കുകയും നിസാരമായതിനെ വർജിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സംസാര സാഗരം താണ്ടാൻ സാധിക്കുകയുള്ളൂ. ഇത് തരണം ചെയ്യണമെങ്കിൽ ഇത് നാം അറിഞ്ഞിരിക്കണം. ജനി മൃത്യുകൾ തൻ കടൽ കടക്കുവാൻ, ജനനവും മരണവുമാകുന്ന ഒരു കടൽ തന്നെയാണ്. അത് കടക്കണമെങ്കിൽ പരമഹംസമായി പറന്നുയരണം. പരമഹംസമായി, പരമഹംസം എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഹംസത്തിൻ്റെ സ്വഭാവം വെച്ച് പുലർത്തുന്നത്. ഹംസത്തിനും ഒന്നാമത്തേത് വെള്ളത്തിൽ എത്ര കിടന്നാലും അതിൻ്റെ തൂവൽ നനയില്ല. അതാണ് ഹംസത്തിൻ്റെ ഒരു സ്വഭാവം. രണ്ടാമത്തേത് സാരവും അസാരവും വേർതിരിച്ചറിയുക. പാലും വെള്ളവും കൊടുത്താൽ വെള്ളത്തെ ഉപേക്ഷിച്ച് പാലിനെ, സാരമാകുന്ന പാലിനെ സ്വീകരിക്കുന്നു. ഈ ലോക സംസാരത്തിൽ മുങ്ങിയാലും താനിതിലൊന്നും ഒട്ടിപ്പോകാതെ നനയാതിരിക്കണം. അതുപോലെ സത്തേതാണ് അസത്തേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് സത്തിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് വിവേകമുണ്ടാവണം. അതാണ് പരമഹംസത്തിൻ്റെ ലക്ഷണം. പരമഹംസമായി നമ്മൾ പറന്നുയർന്നാൽ മാത്രമേ ജനി മരണങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാൻ സാധിക്കുകയുള്ളൂ. മരണ കാരണം തെരഞ്ഞു പോകണ്ട, ജനിച്ചതാകണം മരണ കാരണം. ജനീമൃതികളുടെ കടൽ കടക്കുവാൻ പരമഹംസമായി പറന്നുയരണം.